Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. തമിഴ്നാടു ബസ് ആക്സിഡൻറ്റ്. തമിഴ്നാടിൽ നടന്നിട്ടുള്ള ഒരു ബസ് അപകടം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. 4 killed, 4 പേർ കൊല്ലപ്പെട്ടു. 15 injured, 15 പേർക്ക് പരിക്കേറ്റു. ആ സ്പീഡിംഗ് ഒമ്നി ബസ് കൊളൈഡ്സ് വിത്ത് ട്രാക്ടർ ആൻഡ് ടൂറിസ്റ്റ് വാൻ ഇൻ കാരൂർ. 4 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റു. ആ സ്പീഡിംഗ് ഒമ്നി ബസ് കൊളൈഡ്സ്. സ്പീഡിംഗ് ഒമ്നി ബസ് എന്നാൽ വേഗത്തിൽ പോകുന്ന എന്നുള്ള അർത്ഥം. വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒമ്നി ബസ്. കൊളൈഡ് എന്നാൽ കൂട്ടിമുട്ടുക എന്നുള്ള അർത്ഥമാണ്. കൊളൈഡ്സ് കൂട്ടിമുട്ടുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. കൂട്ടിമുട്ടി എന്ന് വായിക്കണം. അപ്പോൾ ഇത് കൊളൈഡഡ് എന്ന് വായിക്കണം. സ്പീഡിംഗ് ഒമ്നി ബസ്, വേഗതയിൽ പോകുകയായിരുന്ന ഒമ്നി ബസ് കൊളൈഡഡ്, കൂട്ടിമുട്ടി. വിത്ത് ട്രാക്ടർ ആൻഡ് ടൂറിസ്റ്റ് വാൻ, ടൂറിസ്റ്റ് വാനുമായിട്ടും ഒരു ട്രാക്ടറുമായിട്ടാണ് ഈ സ്പീഡിംഗ് ഒമ്നി ബസ് കൂട്ടിയിടിച്ചത്. ഇൻ കരൂർ, കരൂർ എന്നു പേരുള്ള തമിഴ്നാട്ടിലെ ഈ സ്ഥലത്താണ് സംഭവം. 4 persons, 4 വ്യക്തികൾ. ഇൻക്ലൂഡിംഗ് an 8-year-old, ഇൻക്ലൂഡിംഗ് എന്നാൽ അടക്കം എന്നുള്ള അർത്ഥമാണ്. an 8-year-old girl, ഒരു 8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയടക്കം were killed, കൊല്ലപ്പെട്ടു. ആൻഡ് 15 others were injured, 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇൻ എ ഹെഡ് ഓൺ കൊളിഷൻ. ഹെഡ് ഓൺ കൊളിഷൻ എന്നാൽ നേർക്കുനേറുള്ള കൂട്ടിയിടി എന്നുള്ള അർത്ഥമാണ്. മുഖാമുഖമുള്ള കൂട്ടിയിടി. ഇൻ എ ഹെഡ് ഓൺ കൊളിഷൻ, ഒരു മുഖാമുഖമുള്ള കൂട്ടിയിടിയിലാണ് ഈ 15 പേർക്ക് പരിക്കേൽക്കുകയും ഒരു 8 വയസ്സ് പ്രായമുള്ള കുട്ടിയടക്കം 4 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇൻ എ ഹെഡ് ഓൺ കൊളിഷൻ ബിറ്റ്വീൻ എൻ ഒമ്നി ബസ്, എ ട്രാക്ടർ ആൻഡ് എ ടൂറിസ്റ്റ് വാൻ. ഈ വാഹനങ്ങളൊക്കെയാണ് കൂട്ടിയിടിച്ചത്. ഈ കൂട്ടിയിടിയിലാണ് ഈ അപകടം സംഭവിച്ചത്. നിയർ കരൂർ ഇൻ തമിഴ്നാട്, തമിഴ്നാട് കരൂർ എന്നു പേരുള്ള ഈ സ്ഥലത്തിനടുത്താണ് സംഭവം. ഓൺ സാറ്റർഡേ, ശനിയാഴ്ച ദിവസം. മോർണിംഗ് മെയ് 17, ശനിയാഴ്ച ദിവസം രാവിലെയാണ് സംഭവം. മെയ് 17. അറ്റ് ദ ടൈം ഓഫ് ദി ആക്സിഡൻറ്റ്, ഈ അപകട സമയത്ത് ദ ബസ് വാസ് ട്രാവലിംഗ്, ഈ ബസ് യാത്ര ചെയ്യുകയായിരുന്നു. ഫ്രം ബാംഗ്ലൂരു ടു നാഗർകോയിൽ, ബാംഗ്ലൂരുവിൽ നിന്നും നാഗർകോയിലേക്ക് ഈ ബസ് യാത്ര ചെയ്യുകയായിരുന്നു ഈ അപകട സമയത്ത്. ഓൺ ദി നാഷണൽ ഹൈവേ നിയർ ചെട്ടിപ്പാളയം ഇൻ കരൂർ ഡിസ്ട്രിക്റ്റ്. ഈ ചെട്ടിപ്പാളയം ഹൈവേയിലൂടെ ഈ ചെട്ടിപ്പാളയം എന്നു പേരുള്ള ഈ സ്ഥലത്തിനടുത്താണ് സംഭവം. ഈ സ്ഥലത്തിനടുത്ത് ഈ ഹൈവേയിലൂടെ ഈ വാഹനം പോകുകയായിരുന്നു ബാംഗ്ലൂരുവിൽ നിന്നും നാഗർകോയിലേക്ക്. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. വൈൽ, അതേസമയം, ദ ടൂറിസ്റ്റ് വാൻ വാസ് കമ്മിങ് ഫ്രം കോവിൽപ്പട്ടി ഇൻ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ്. വൈൽ ദ ടൂറിസ്റ്റ് വാൻ വാസ് കമ്മിങ്, അതേസമയം ടൂറിസ്റ്റ് വാൻ വരികയായിരുന്നു. ഫ്രം കോവിൽപ്പട്ടി ഇൻ തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ്, തൂത്തുക്കുടി ജില്ലയിലുള്ള ഈ കോവിൽപ്പട്ടി എന്നു പേരുള്ള ഈ സ്ഥലത്ത് നിന്നും അതേസമയം ഈ ടൂറിസ്റ്റ് വാൻ തിരിച്ചു വരികയായിരുന്നു. എന്നാൽ അതേസമയം ഈ ബസ് ബാംഗ്ലൂരുവിൽ നിന്നും നാഗർകോയിലേക്ക് പോകുകയായിരുന്നു. ദി ഒമ്നി ബസ് റിപ്പോർട്ടഡ്ലി ഹിറ്റ് എ ട്രാക്ടർ, റിപ്പോർട്ടഡ്ലി എന്ന ലഭിച്ച വിവരമനുസരിച്ച് എന്നുള്ള അർത്ഥമാണ്. ദി ഒമ്നി ബസ് റിപ്പോർട്ടഡ്ലി ഹിറ്റ് എ ട്രാക്ടർ, ഹിറ്റ് എന്നാൽ ഇടിച്ചു എന്നുള്ള അർത്ഥമാണ്. ഈ ഒമ്നി ബസ് ട്രാക്ടറുമായിട്ട് കൂട്ടിയിടിച്ചു. ക്രോസ്ഡ് ദ സെൻട്രൽ മീഡിയൻ, മീഡിയൻ എന്നാൽ ഇവിടെ ഡിവൈഡർ എന്നുള്ള അർത്ഥമാണ്. മദ്യം, ആ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള വേലിയിൽ ആ വേലി ക്രോസ് ചെയ്തു, അതിന് മറുപുറം കടന്നു. ആൻഡ് വിയേഡ് ഇൻ ടു ദ ഓപ്പോസിറ്റ് ലൈൻ. വിയ എന്നാൽ ഇവിടെ നില തെറ്റുക, തെന്നി മാറുക, ഇതൊക്കെയാണ് അർത്ഥം. തെന്നി മാറി നേരെ അപ്പുറത്തേക്കുള്ള ഓപ്പോസിറ്റ് ലൈനിലേക്ക് വണ്ടി ഗതി മാറിപ്പോയി. ദ വാൻ ആൻഡ് ദ ഒമ്നി ബസ് ദെൻ, പിന്നീട് ഈ വാനും ഒമ്നി ബസ്സും കൊളൈഡഡ്, കൂട്ടിയിടിച്ചു. ഹെഡ് ഓൺ, നേർക്കുനേർ
കൊളൈഡഡ് ഹെഡ് ഓൺ നേർക്കുനേർ കൂട്ടിയിടിച്ചു. 3 പീപ്പിൾ 3 ആളുകൾ ഇൻക്ലൂഡിംഗ് 2 ചിൽഡ്രൻ 2 കുട്ടികളടക്കം 3 ആളുകൾ ഡൈഡ് മരണപ്പെട്ടു. ഓൺ ദ സ്പോട്ട് എന്നാൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ എന്നുള്ള അർത്ഥം. സംഭവ സ്ഥലത്ത് വച്ച് 3 പേർ കൊല്ലപ്പെട്ടു. 2 കുട്ടികളടക്കം 3 പേർ ഈ കൂട്ടിയിടിയിൽ കൊല്ലപ്പെട്ടു. ദ ഡിസീസ്ഡ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ വ്യക്തികൾ എന്നുള്ള അർത്ഥം. മരിച്ചുപോയ വ്യക്തികളെ തിരിച്ചറിഞ്ഞു. ആസ് തക്ഷിക ആൻഡ് 8-year-old ഗേൾ. ദ ഡ്രൈവർ ഓഫ് ദ ടൂറിസ്റ്റ് വാൻ ആൻഡ് എ വാൻ പാസഞ്ചർ. ഒരു വാൻ പാസഞ്ചറാണ് കൊല്ലപ്പെട്ടത്. മറ്റൊരു 8 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയും അതുപോലെ ടൂറിസ്റ്റ് വാനിൻ്റെ ഡ്രൈവർ ഇവരൊക്കെയാണ് മരണപ്പെട്ടത്. ദി ഇഞ്ചേർഡ് വെർ അഡ്മിറ്റഡ് ടു കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് എ നിയർ ബൈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും അതുപോലെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സ്വകാര്യ ഹോസ്പിറ്റലിലും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചു. ദ പ്രിലിമിനറി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. പ്രിലിമിനറി എന്നാൽ പ്രാഥമികമായ എന്നുള്ള അർത്ഥമാണ്. പ്രാഥമികമായിട്ടുള്ള പോലീസ് അന്വേഷണം റിവീൽഡ് കണ്ടെത്തി വെളിപ്പെടുത്തി ദാറ്റ് ദ ഒമ്നി ബസ് വാസ് ഓവർ സ്പീഡിങ്. ഈ ഒമ്നി ബസ് വേഗതയിലായിരുന്നു. വിച്ച് അത് ഈ ഒമ്നി ബസ് വേഗത്തിൽ സഞ്ചരിച്ചത്. വിച്ച് അത് ലെഡ് നയിച്ചു ടു ദി ആക്സിഡൻറ്റ് അപകടത്തിലേക്ക് ഈ വാഹനത്തിൻ്റെ വേഗത നയിച്ചു. ദി ഇൻസിഡൻറ്റ് ഈ സംഭവം ഓൾസോ കോസ്ഡ് ഈ സംഭവം അതിനും കാരണമായി. കോസ്ഡ് എന്നാൽ കാരണമായി എന്നാണ് അർത്ഥം. സിഗ്നിഫിക്കൻ്റ് എന്നാൽ പ്രബലമായ എന്നുള്ള അർത്ഥം, കാര്യമായ. കൺജസ്റ്റ്യൻ എന്നാൽ അർത്ഥം തിക്കും തിരക്കും എന്നുള്ള അർത്ഥമാണ്. ഒരു ട്രാഫിക് ജാം ഉണ്ടാകാനും ഒരു സിഗ്നിഫിക്കൻ്റ് എന്നാൽ പ്രബലമായ ഒരു വലിയ ട്രാഫിക് ജാം ഉണ്ടാകാനും ഈ അപകടം കാരണമായി. ഇൻ ദി ഏരിയ എന്നാൽ ആ പ്രദേശത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ജാം ഉണ്ടാകാനും ഈ സംഭവം കാരണമായി.